ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടി കണ്ടോ? ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു 4x4 ആയിട്ടുള്ള ജീപ്പാണ്. ഇതിൻ്റെ സ്റ്റിയറിങ് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് കൂടാതെ ചാർജിങ് സോക്കറ്റിന് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ബാറ്ററിക്ക് ബാക്കപ്പ് കുറവാണ്. അപ്പോൾ ബാറ്ററി കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആംബിയർ കൂടിയ ബാറ്ററി വെക്കാനും ഈ സ്റ്റിയറിങ് റിപ്പയർ ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നതാണ്. ഇത് ഈ രീതിയിലാണ് പൊട്ടിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പുതിയ സ്പെയർ ഇട്ടിട്ട് മാറാം. പക്ഷേ സ്പെയർ വരുന്നതും ഈ സ്റ്റിയറിംഗ് ഒക്കെ അത്ര ക്വാളിറ്റി ഉള്ളതല്ല. അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ നല്ല രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് 7Ah ബാറ്ററിയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് 12Ah ആംബിയർ കൂടിയ വലിയ ബാറ്ററിയും വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചാർജിങ് സോക്കറ്റും മാറാനുണ്ട്. ഈ വണ്ടി റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള മരിയ സിസ്റ്ററാണ്. സിസ്റ്റർക്ക് 3 ആൺപിള്ളേരാണ്. അപ്പോൾ ഇളയ മോൻ എപ്പോഴും ഈ ബാക്കിലെ ഗ്രില്ലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവൻ ഇരുന്നിട്ട് ഇതിൻ്റെ ഗ്രില്ല് ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ട്. അത് അടിയിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി എടുക്കണം. കൂടാതെ പിള്ളേരുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കളർ ഒന്ന് മാറ്റണം, റെഡ് കളർ വേണമെന്നാണ്. പക്ഷേ നമുക്ക് ഇത്രയും നല്ലൊരു വണ്ടി പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വൃത്തിയാവത്തില്ല, അത് പൊളിഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ നല്ല രീതിയിൽ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തെടുക്കാം. എന്തായാലും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യുന്ന ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മാക്സിമം നല്ല രീതിയിൽ ഒരു റെഡ് ഫിനിഷൊക്കെ തോന്നുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മരിയ സിസ്റ്ററും പിള്ളേരും സിസ്റ്ററിൻ്റെ ഒരു കസിൻ ബ്രദറും കൂടി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. എന്നിട്ട് നമ്മൾ നല്ല രീതിയിലാണോ റിപ്പയർ ഒക്കെ ചെയ്തിരിക്കുന്നതെന്ന് അമ്മമാർ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കിയാണ്. മൂത്ത 2 പിള്ളേരാണ് ഇപ്പോൾ ഇരുന്ന് ഓടിക്കുന്നത്. സ്റ്റിയറിങ് നല്ല രീതിയിൽ റിപ്പയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കോട്ടൻ്റെ ത്രെഡൊക്കെ ചുറ്റിയാണ് അത് റിപ്പയർ എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സിസ്റ്ററിൻ്റെ ഇളയ മോൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ട്രൈക്കിൻ്റെ മേളിൽ കയറി ഇരിപ്പുണ്ട്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള പ്രധാന കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ടോയ് റിപ്പയറിംഗ് വീഡിയോസിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് സിസ്റ്ററിൻ്റെ മൂത്ത 2 പിള്ളേരും. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ് അരുൺകുമാറിനെ ഒന്ന് കാണണം, ഒരു ഉമ്മ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് സിസ്റ്റർ പിള്ളേരെയും കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നത്. അപ്പോൾ അവന്മാരെ പോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.